പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിന് വൈകിയെത്തിയതിലുള്ള നീരസം പരസ്യമാക്കി കെ സുധാകരൻ. മാധ്യമപ്രവർത്തകരെ വിളിച്ചുവരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെ പോയെന്ന് കെ സുധാകരൻ ചോദിച്ചു. തുടർന്ന് പ്രസിഡന്റ് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടയുകയായിരുന്നു. 20 മിനിറ്റ് സുധാകരൻ വി ഡി സതീശന് വേണ്ടി കാത്തുനിന്നിരുന്നു. വാർത്താ സമ്മേളനത്തിലെത്താൻ സതീശൻ വൈകിയപ്പോൾ ബാബു പ്രസാദ് ഫോണിൽ വിളിച്ച് പ്രസിഡന്റ് കാത്തിരിക്കുന്ന വിവരവും അറിയിച്ചിരുന്നു. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് വൈകിയെത്തിയതോടെയാണ് സുധാകരൻ നീരസം പ്രകടമാക്കിയത്. പത്രക്കാരോട് വരാൻ പറഞ്ഞിട്ട് ഇതെന്തു മോശമാണെന്ന് സുധാകരൻ ചോദിക്കുമ്പോൾ മൈക്കും ക്യാമറയും ഓണാണെന്ന് നേതാക്കൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. തുടർന്ന് സതീശൻ എത്തുമ്പോഴും മൈക്ക് ഓണാണെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തെ മൈക്ക് വിവാദം ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു വീണ്ടും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം പുറത്തായത്. സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു വാർത്താ സമ്മേളനം. 10 മണിക്ക് നിശ്ചയിച്ച വാർത്താ സമ്മേളനത്തിന് 10:30ഓടെയാണ് സുധാകരൻ എത്തിയത്. എന്നിട്ടും സതീശൻ എത്താതിരുന്നതോടെയാണ് ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്നും തുടർന്ന് ഒരു അസഭ്യവാക്കും സുധാകരൻ പറഞ്ഞത്. ഏകദേശം 11 മണിയോടെയാണ് സതീശൻ എത്തിയത്. പ്രസിഡന്റിന്റെ നീരസം മനസ്സിലാക്കിയ സതീശൻ 11:05 വാർത്താ സമ്മേളനം നിശ്ചയിച്ചതെന്ന് പറയുന്നുണ്ട്. ഒരു ചെസ് ടൂർണമെന്റിൽ ആശംസ അറിയിക്കാൻ പോയത് കാരണമാണ് വൈകിയതെന്ന് വി ഡി സതീശൻ സുധാകരനോട് പറയുകയും ചെയ്തു. ഫസ്റ്റ് വൺ ന്യൂസ്, കണ്ണൂർ. പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജുവലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജുവലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.